നമസ്കാരം. ഭാരത് ഡിഫൻസിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായിട്ട് ബംഗ്ലാദേശ് കിടന്ന് കളിക്കുകയാണ് ഇന്ത്യക്കെതിരെ. ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ കൂട്ടുപിടിച്ച് ബംഗ്ലാദേശിലെ യൂനുസ് സർക്കാരൊക്കെ, മുഖ്യ ഉപദേഷ്ടാവായിരുന്ന യൂനുസൊക്കെ കുറേ കളിച്ചു നോക്കി. അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയെങ്കിലും അവർ ന്യൂഡൽഹിയിലേക്ക് അഭയം തേടിയതാണ് ഇവർക്കൊക്കെ അരിശം കൂട്ടാൻ കാരണം. ബംഗ്ലാദേശിന് മാത്രമല്ല അരിശം, പാകിസ്ഥാനും ഉണ്ടായിരുന്നു, ചൈനയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ സമർത്ഥമായ ഡീലിങ്ങുകളോടെ നരേന്ദ്രമോദി സർക്കാർ, അമിത്ഷാ സർക്കാർ അതിനെയൊക്കെ വ്യക്തമായി വെട്ടിനിർത്തി. ഇപ്പോഴും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഇറങ്ങിയതോടെ ബംഗ്ലാദേശിൽ വീണ്ടും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ശക്തിപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി തന്നെയാണ് മുന്നിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാനാണല്ലോ പ്രധാനമന്ത്രി. ആശാനും ഇന്ത്യ വിരുദ്ധ പ്രചാരണങ്ങളിൽ ഒട്ടും മോശമല്ല. ഇയാൾക്കൊരു ഉപദേഷ്ടാവുണ്ട്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ എക്കണോമിക്കലൊക്കെ എല്ലാം ഉപദേശിക്കുന്നൊരു ഉപദേഷ്ടാവ്, സഹേദ് ഉർ റഹ്മാൻ. പേര് പോലെ തന്നെ വലിയൊരു ഉറാണ്. ഈ സഹേദ് ഉർ റഹ്മാൻ വലിയൊരു കെണിയിൽ ചെന്ന് ചാടി. കഴിഞ്ഞ ദിവസം ഒരു ആഗോള സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇദ്ദേഹം ധാക്കയിൽ നിന്നും വിമാനമിറങ്ങി. സഹേദ് ഉർ റഹ്മാൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ്റെ മുഖ്യ ഉപദേഷ്ടാവ്. പ്രധാനമന്ത്രി എന്ത് ചെയ്യണം, ഇരിക്കണോ, നിൽക്കണോ, കിടക്കണോ, അതോ എവിടെ രാവിലെ പോകണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇദ്ദേഹമാണത്രേ. ഇയാൾ ആരായാലും ഇന്ത്യക്ക് എന്താണ്? അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങി ലോഞ്ചിലൂടെ എത്തിയപ്പോൾ തന്നെ ഇമിഗ്രേഷൻ പരിശോധനയ്ക്കിടെ നമ്മുടെ ചൂണക്കുട്ടികൾ, ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പിടിച്ചവിടെ ഇരുത്തി. 1-2 മിനിറ്റല്ല, മണിക്കൂറുകൾ. ഒരു ബംഗ്ലാദേശ് സർക്കാരിൻ്റെ അന്താരാഷ്ട്ര നയതന്ത്ര പരിഗണന പോലും നൽകിയില്ല. പിടിച്ചിരുത്തിയതിന് വ്യക്തമായ കാരണമുണ്ടായിരുന്നു. എന്തായിരിക്കും അത്? ഇയാളോട് നമ്മുടെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ: നിങ്ങൾ ഇന്ത്യ വിരുദ്ധനാണോ അല്ലയോ? അയാൾ പറഞ്ഞു, ഞാൻ താരിഖ് റഹ്മാൻ്റെ മുഖ്യ പൊളിറ്റിക്കൽ ഉപദേഷ്ടാവാണ്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഞാനാണ്. ഞാൻ മാത്രമല്ല, ഞാൻ സർവാധികാരിയാണ് ബംഗ്ലാദേശിൽ. അപ്പോൾ നമ്മുടെ ഇമിഗ്രേഷനിലെ ചുണക്കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയാം നിങ്ങൾ ബംഗ്ലാദേശിലെ ചുണക്കുട്ടിയായിരിക്കാം, പക്ഷേ ഇവിടെ നിങ്ങൾ വെറും പൂച്ചയാണ്. നിങ്ങളെക്കൊണ്ട് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. അത് ഇന്ത്യയുടെ അവകാശമാണ്. മറ്റൊരു രാഷ്ട്രത്തിൻ്റെ നയതന്ത്ര ഉദ്യോഗസ്ഥൻ്റെ പരിഗണന പോലും ഇയാൾക്കില്ല എന്നോർക്കണം. ഒരു സാധാരണ യാത്രക്കാരനായാണ് ഈ സഹേദ് ഉർ റഹ്മാൻ ന്യൂഡൽഹി വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്നത്. തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്യാൻ നിന്നില്ല. ഒരു 10 പേജുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കയ്യിൽ കൊടുത്തു. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളിൽ സജീവമാണല്ലേ? അടുത്ത ചോദ്യം, നിങ്ങൾ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന് വേണ്ടി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നുണ്ടല്ലേ? അടുത്ത ചോദ്യം, നിങ്ങൾ ബംഗ്ലാദേശ് സർക്കാരിനെ ഇന്ത്യക്കെതിരെ തിരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടല്ലേ? സജാദ് ഉർ റഹ്മാൻ നടത്തിയ ഇന്ത്യ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റുകൾ ഓരോന്നോരോന്നായി അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആ 10 പേജുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ. കാരണം നമ്മുടെ വിമാനത്താവളത്തിലെ രാജ്യത്തെമ്പാടുമുള്ള ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ തന്നെ മെയിൽ പോയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള 1-2 വ്യക്തികളുണ്ട്, ഇവരടക്കം ഇന്ത്യയിലേക്ക് എത്തിയാൽ അപ്പോൾ തന്നെ പിടിച്ച് വിശദ വിവരങ്ങൾ അറിയിച്ചിരിക്കണം, ഇവരെവിടെയൊക്കെ പോകുന്നെന്ന് മുൻകൂട്ടി തന്നെ അറിഞ്ഞിരിക്കണമെന്ന്. പിന്നീട് ചോദിച്ചു, സഹേദ് പാക്ക് എന്നൊരു യൂട്യൂബ് ചാനലുണ്ടല്ലേ താങ്കൾക്ക്? അതെ എന്ന് പറഞ്ഞു. അത് മൊത്തം ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങളാണ്, ഇന്ത്യക്കെതിരായ പ്രചരണങ്ങളാണ്. ശരിയല്ലേ എന്ന് ചോദിച്ചു. സമ്മതിച്ചു. എന്താണ് ഇയാളുടെ ചാനലിലൂടെ പറയുന്നത്? ഈ സഹേദ് പാക്ക് എന്ന ചാനലിലൂടെ ഈ സഹേദ് ഉർ റഹ്മാൻ പറയുന്നത്, ഓർക്കണം, ബംഗ്ലാദേശ് ഇന്ധനമില്ലാതെ, വൈദ്യുതി ഇല്ലാതെ തെണ്ടിത്തിരിയുന്നൊരു രാഷ്ട്രമാണ്. നമ്മുടെ അദാനി ഗ്രൂപ്പാണ്, അദാനിയുടെ എനർജി ഗ്രൂപ്പാണ് ബംഗ്ലാദേശിന് വേണ്ട വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. ഒപ്പം ത്രിപുര ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുള്ള വൈദ്യുതിയും ബംഗ്ലാദേശിലേക്ക് എത്തുന്നുണ്ട്. ഇന്ത്യയാണ് നൽകുന്നത്, അദാനി നൽകുന്നത് ഇന്ത്യക്കാണ്. അത് വാങ്ങി അച്ചാരം വാങ്ങി ഓശാരത്തിന്
അവിടുത്തെ വൈദ്യുതി ഉപഭോഗമെല്ലാം നടത്തിയിട്ട് എല്ലാം ഉപയോഗിച്ചിട്ട് എന്താണ് ഇയാൾ പറയുന്നത്? ഇയാളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ സജാദ് ഉർ റഹ്മാൻ എന്താണ് ഇയാൾ പറയുന്നത്? ഞങ്ങൾ ഗതികേട് കൊണ്ടാണ് അദാനിയുടെ പക്കൽ നിന്നും വൈദ്യുതി വാങ്ങുന്നത്. ഞങ്ങൾ ബംഗ്ലാദേശുകാർ ഗതികേട് കൊണ്ടാണ് വാങ്ങുന്നത്. പിന്നെ ഞങ്ങൾ അദാനിക്ക് ഇതിൻ്റെ ചിലവായി നൽകുന്ന തുക, ഈ തുക നേരെ പോകുന്നത് RSSനും നരേന്ദ്രമോദി സർക്കാരിനുമാണ്, BJPക്കാണ്, അല്ലാതെ ഇന്ത്യക്കല്ല. അതുകൊണ്ട് ഈ തുക പോകുന്നത് BJP വളർത്താനാണ്, RSSനെ വളർത്താനാണെന്ന്. ഇയാൾക്ക് എന്തറിയാം RSS ആരാണ്, BJP എന്താണെന്നതിനെക്കുറിച്ച്? ഇന്ത്യയിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി യഥേഷ്ടം ധൂർത്തടിച്ചിട്ട് ഇന്ത്യയെ കുറ്റം പറയുന്ന മഹാൻ. അപ്പോൾ ഇയാളെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ കരുതുന്നത്, നിങ്ങൾ പറയുന്നത്? ഇതാണ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ചോദിച്ചത്. വ്യക്തമായി പിടിച്ചിരുത്തി. എന്താണ് ഉദ്ദേശം? അതൊരു ആഗോള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്നതാണ്. ശരി, താങ്കളുടെ ലിസ്റ്റിൽ പേരുണ്ട്, നോക്കി. അതിനിടയ്ക്ക് ബംഗ്ലാദേശ് ധാക്കയിൽ നിന്നും വിളി വരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി ഓഫീസിൽ നിന്നും ഫാക്സ് വരുന്നു, മെയിൽ വരുന്നു. ഇദ്ദേഹം ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ താരിഖ് റഹ്മാൻ്റെ പൊളിറ്റിക്കൽ കൺസൾട്ടൻ്റാണ്, ഉപദേഷ്ടാവാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ട പരിഗണന നൽകണം എന്നൊക്കെ പറഞ്ഞ് കുറേ ശുപാർശ കത്തുകൾ ഇമെയിലായി വരുന്നുണ്ട് ഇന്ത്യക്ക്, ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക്. അതെ, ന്യൂഡൽഹിക്ക് ലഭിക്കുന്നുണ്ട്, എംബസിക്ക് ലഭിക്കുന്നുണ്ട്. ശരി, അവർ പറഞ്ഞു, ശരി, ഇത്തവണത്തേക്ക് താങ്കൾക്ക് ഞങ്ങളൊരു ഇളവ് തരാം. ഈ പരിപാടിയിലേക്ക് നേരെ പൊയ്ക്കൊള്ളുക, താങ്കൾക്ക് പറയാനുള്ളത് അവിടെ പറയുക, പ്രബന്ധമാണെങ്കിൽ അത് അവതരിപ്പിക്കുക, അതിൻ്റെ കോപ്പി അവിടെ ഏൽപ്പിക്കുക, എന്നിട്ട് തിരിച്ച് സ്ഥലം വിട്ടുകൊള്ളുക. ഇന്ത്യയിൽ മറ്റൊരിടത്തും യാത്ര ചെയ്യാൻ, പ്രവേശിക്കാൻ, ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോലും താങ്കൾക്ക് പെർമിഷൻ ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റെ, ഇന്ത്യൻ സർക്കാരിൻ്റെ പെർമിഷൻ താങ്കൾക്കില്ല എന്ന് വ്യക്തമായ ഒരു തിട്ടൂരം തന്നെ സീൽ ചെയ്ത് കയ്യിലടിച്ചു കൊടുത്തു. അങ്ങനെ ബംഗ്ലാദേശ് സർക്കാർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നയതന്ത്ര പരീക്ഷയൊന്നും നൽകാതെ ഭാരത സർക്കാർ ഇന്ത്യയിലെ എമിഗ്രേഷൻ ചുണക്കുട്ടികൾ സജാദ് ഉർ റഹ്മാനെ ധാക്ക, നമ്മുടെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്രീയ വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വിട്ടു. എത്രയും പെട്ടെന്ന് തിരികെ വരണം, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുന്നത്. ഇതാണ് പറയുന്നത്. ഇതാണ് ഇന്ത്യ നൽകുന്ന ഇന്ത്യ വിരുദ്ധർക്കുള്ള സ്വീകരണം. അല്ലാതെ വന്ന ഉടനെ ഡിപ്പോർട്ട് ചെയ്യുകയല്ല, പിടിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് ഇയാളെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്, ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമായി ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ച് ധാക്കയിൽ നിന്നും അവരെ വ്യക്തമായി വിവരങ്ങൾ ധരിപ്പിച്ച്, അല്ലെങ്കിൽ ഇയാൾ അവിടെ ചെന്ന് പ്ലേറ്റ് മാറ്റി പിടിക്കും. ഇതിപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര രേഖയായി മാറിയിട്ടുണ്ട്. ഇയാളെ ഡൽഹി വിമാനത്താവളത്തിൽ പിടിച്ചിരുത്തിയതും മണിക്കൂറുകൾ ചോദ്യം ചെയ്തതും പിന്നീട് ഇദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ പോകാൻ അനുമതി നൽകിയതും ആ പരിപാടി കഴിഞ്ഞ് ഇന്ത്യ വിട്ടോണം എന്ന് തിട്ടൂരം നൽകിയതുമൊക്കെ. ഭാരതത്തോട് കളിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ. നമ്മുടെ ഇന്ധനം കുറഞ്ഞ ചിലവിൽ വാങ്ങി, ഇന്ത്യ ശുദ്ധീകരിക്കുന്ന പെട്രോളും ഡീസലുമൊക്കെ കുറഞ്ഞ ചിലവിൽ വാങ്ങി യഥേഷ്ടം വാഹനത്തിലൊക്കെ അടിച്ച് കറങ്ങി നടന്നിട്ട് പ്രധാനമന്ത്രിയുടെ വാഹനത്തിൽ വരെ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഇന്ധനമാണെന്ന് ഓർക്കണം. അതും കുറഞ്ഞ നിരക്കിൽ. ഇന്ത്യക്ക് പോലും ആ നിരക്കില്ല എന്ന് ഓർക്കണം. ഇന്ത്യൻ ജനതയ്ക്ക് പോലും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിലാണ് നൈബർഹുഡ് ഫസ്റ്റ് എന്ന അയൽരാജ്യം ആദ്യമെന്ന ആ ഒരു നയത്തിൻ്റെ പേരിൽ ഭാരതം അവർക്ക് നൽകുന്നത്. വൈദ്യുതി അദാനി ഗ്രൂപ്പ് കൃത്യമായി വൈദ്യുതി നൽകുന്നുണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശിലെ വ്യവസായങ്ങൾ കൃത്യമായി പോകുന്നു. ബംഗ്ലാദേശിലെ ഗ്രാമങ്ങൾ ഇരുട്ടിലില്ലാതാകുന്നു. അവിടുത്തെ കാർഷിക മേഖല താഴ്ച വളരുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. അതൊരു ജനതയുടെ ആവശ്യമാണ്. അതിനുവേണ്ടി ഇന്ത്യ കൈയച്ച് സഹായിക്കും. പക്ഷേ ധാക്കയുടെ സെക്രട്ടേറിയറ്റിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെ ചൊറിയാൻ വരരുത്. അതുതന്നെയാണ് ഭാരതം, നമ്മുടെ ചുണക്കുട്ടികൾ, എമിഗ്രേഷൻ ചുണക്കുട്ടികൾ കഴിഞ്ഞ ദിവസം സജാദ് ഉർ റഹ്മാൻ എന്ന പൊളിറ്റിക്കൽ ഉപദേഷ്ടാവിന്, അഡ്വൈസർക്ക് വ്യക്തമായി നൽകിയ മറുപടി.